നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള രണ്ടാമത്തെ പേജിൽ, അതായത് 2025 ഏപ്രിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം. ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോണത്. റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ആഡ് 2 numbers സ്റ്റോർ ഇൻ രജിസ്റ്റർ R0 R1 ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ 2500H. ആൾസോ റൈറ്റ് ദ ബിറ്റ് ഫോർമാറ്റ് ഓഫ് അക്യുമുലേറ്റർ ആൻഡ് ക്യാരി ഫ്ലാഗ് ആഫ്റ്റർ എക്സിക്യൂഷൻ ദ പ്രോഗ്രാം. അതായത് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. R0ൽ ഒരു നമ്പർ എടുക്കുകയാണ്, 33H ആണ്. പിന്നെ R1ൽ വേറെ നമ്പർ ഓൾറെഡി ഉണ്ട്, അത് 45H ആണ്. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് റിസൾട്ട് ടു 2500H എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ, അത് എക്സ്റ്റേണൽ മെമ്മറിയാണ്, ആ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കാനാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 16ാമത്തെ പേജ്, ഈ ബുക്ക്ലെറ്റിൽ തന്നെ 16ാമത്തെ പേജിലുണ്ട്. ഇതിൽ ഓൾറെഡി R0 രജിസ്റ്ററിൽ 33H കിടക്കാണ്, R1 രജിസ്റ്ററിൽ 45H കിടക്കാണ്. ഇതാണ് ഇപ്പം നിലവിൽ ഇങ്ങനെ ഉണ്ട്, ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഒറിജിൻ സെറ്റ് ചെയ്യണം. പ്രോഗ്രാം എഴുതുമ്പോൾ ഒറിജിൻ എപ്പോഴും സെറ്റ് ചെയ്യണം. ഈ ഒറിജിൻ തുടങ്ങിയാണ് പ്രോഗ്രാം നമ്മുടെ മെമ്മറിയിൽ, കൺട്രോളറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയാണ് മൈക്രോ കൺട്രോളർ ഓൺ ആകുമ്പോൾ പ്രോഗ്രാം റീഡ് ചെയ്യണത് മൈക്രോ കൺട്രോളർ. അപ്പോൾ ഒറിജിൻ എപ്പോഴും സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത് അക്യുമുലേറ്റർ R0, A, അതായത് ഒരു രജിസ്റ്റർ എപ്പോഴും അക്യുമുലേറ്റർ ആയിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഒരു രജിസ്റ്റർ അക്യുമുലേറ്റർ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ R0യിലുള്ള കണ്ടൻറ്റ്, അതായത് ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ 33 എന്നുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ അക്യുമുലേറ്റർ 33ഉം രജിസ്റ്റർ 1ൽ 45, ഈ രണ്ട് നമ്പേഴ്സ് വന്നു. ഉണ്ട്, ഇതാണ് അക്യുമുലേറ്ററിലേക്ക് മാറ്റാനുള്ള ഇൻസ്ട്രക്ഷൻ, മൂവ് R0A. അപ്പോൾ അക്യുമുലേറ്റർ 33ഉം രജിസ്റ്റർ R1 45 ഉണ്ട്. ഇത് തമ്മിൽ ആഡ് ചെയ്യാണ് ഉണ്ടോ, ആഡ് ചെയ്തു. R1ഉം Aയും തമ്മിൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആൻസർ, അപ്പോൾ ഈ ആഡ് ചെയ്ത് എന്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴും ആൻസർ എപ്പോഴും അക്യുമുലേറ്ററിൽ വന്ന് എടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ അക്യുമുലേറ്ററിൽ ഒരു നമ്പർ വരും, അതായത് 78 ആയിരിക്കും, 538 രണ്ടും ജസ്റ്റ് ആഡ് ചെയ്തുള്ളൂ. ഇപ്പോൾ ഇത് എക്സ്ട്രാ നമ്പർ ആണെങ്കിലും നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം, ഡയറക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി 2500 എന്ന് പറഞ്ഞ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് എക്സ്റ്റേണൽ മെമ്മറിയാണ്, എക്സ്റ്റേണൽ മെമ്മറിയിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് 2500 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2500 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ ഡാറ്റ പോയിൻ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ, 16 ബിറ്റ് രജിസ്റ്ററാണ്. ഈ 16 ബിറ്റ് രജിസ്റ്ററിലേക്ക് 2500 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുകയാണ്. ഈ 2500 എന്നുള്ള വാല്യൂ ഇപ്പോൾ ഇത് DPTRലേക്ക് എത്തുമ്പോൾ അത് അഡ്രസ്സായി മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് DPTR പോയിൻ്ററാണ്, ഇപ്പോൾ എക്സ്റ്റേണൽ മെമ്മറീനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രജിസ്റ്ററാണ് DPTR. ഇപ്പോൾ ഈ DPTR എന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്കായിരിക്കും, ആ അഡ്രസ്സിലുള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മുടെ മൈക്രോ കൺട്രോളർ റീഡോ റൈറ്റോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 2500 അവിടേക്ക് മാറ്റി. ഇനി അടുത്തത് മൂവ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറി ആഡ് എക്സ് എപ്പോഴും കൊടുക്കണം. ഇതിലുണ്ട് മൂവ് മാത്രമേ ഉള്ളൂ, എക്സ് ഇല്ല. ഇത് ഇൻറ്റേർണൽ മെമ്മറി ആയതുകൊണ്ടാണ് എക്സ് ഇല്ലാത്തത്. ഇപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ആണെങ്കിൽ എക്സും കൂടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് @DPTR. അപ്പോൾ ഏലുള്ള സംഭവം ഈ ഡാറ്റ പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സിൻ്റെ ലൊക്കേഷനിലേക്ക് മാറ്റണം. ഇപ്പോൾ ലൊക്കേഷൻ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുക, അപ്പോൾ നമുക്കൊരു ഐഡിയ വരും. ഇത് മെമ്മറി ലൊക്കേഷനാണ്. ഇത് 2500 ഈ ലൊക്കേഷൻ, 2501, ഇങ്ങനെ കുറേ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. എല്ലാം 8 ബിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. ഈ 2500ലേക്ക് ഡാറ്റ പോയിൻ്റ് ചെയ്തു. എന്നിട്ട് അക്യുമുലേറ്ററുള്ള സംഭവം മാറ്റി. ഇപ്പോൾ മാറ്റി ഓൾറെഡി. അപ്പോൾ 78 ഇവിടെ വന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ സേവായി. ഇനി ജമ്പ് ചെയ്തു. ഇനി ഈ ലൂപ്പ് ഇങ്ങനെ ഇൻഫിനിറ്റി ലൂപ്പാണ്. ഇതിങ്ങനെ ജമ്പ് ചെയ്തു. ഇവിടെ തന്നെ ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോൾട്ട് ചെയ്യാനുള്ള ഒരു കമാൻഡ് തന്നെയാണിത്. ഹോൾട്ടൊന്നും വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്തു. ഇത് ഒറിജിൻ കൊടുക്കുമ്പോൾ എൻഡ് എപ്പോഴും വേണം, എൻഡും കൊടുത്തു. ഇനി അടുത്ത അതിൻ്റെ കൂടെയുള്ളൊരു ചോദ്യമാണ്, ഇത് എങ്ങനെ ഇതിൻ്റെ അക്യുമുലേറ്റർ എന്തായിരിക്കും, ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കണ്ടെത്തണം. ഇതെങ്ങനെ കണ്ടെത്തും? ആദ്യം തന്നെ 33H 33 3 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, 2 + 1 ആണല്ലോ. അപ്പോൾ 33 4 ബിറ്റിൽ നമ്മൾ എഴുതാത്. ഇപ്പോൾ 3 എന്നുള്ള നമ്പർ ഞാൻ 4 ബിറ്റിൽ എഴുതാണ്. 0 0
1 1. ഇത് 2ൻ്റെ പൊസിഷൻ, ഇത് 1ൻ്റെ പൊസിഷൻ. 2 + 1 3, ഇത് 3 ആയി. 0 0 1 1, 33 വന്നു. ഇനി 4 എന്ന് പറഞ്ഞത് 0 1 0 0 45 500 നമ്മൾ 0 1 0 1 5 ആയി. ഇത് ആഡ് ചെയ്യാം. 1 1 1 1 0 1 ക്യാരി വന്നു. 1 1 0 1 1 1 0 ഒരു ക്യാരി വന്നു. ഇത് 1 വന്നു. 1 1 1 0. ഇതിപ്പോൾ 33യും 45 ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൽ ക്യാരി വന്നില്ല. അപ്പോൾ ഇവിടെ 1 1 ആണെന്ന് വിചാരിക്കുക. ഈ നമ്പർ മുമ്പായിരുന്നു. ഏത് വേറെ നമ്പർ ആണെങ്കിൽ ക്യാരി വന്ന് ഇവിടെ ഒരു ക്യാരി വരും. ഈ 1 1 0 ഇത് 1 ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ട് ഈ നമ്പറിൽ അവസാനിക്കുകയാണ് ഇവിടെ. അപ്പോൾ ക്യാരി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. 0. പിന്നെ ഇതാണ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ്. സെയിം. അവിടെ എഴുതിയിട്ടുണ്ട് ക്യാരി 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത് സംഭവം.